ഇപ്പോൾ കേരളത്തിലെ പോലീസ് കാപ്പ ആക്ട് പ്രകാരം ഗൂണ്ടകൾക്ക് വേണ്ടി വലവിരിച്ചിട്ട് നല്ല വിളഞ്ഞ ഒരു ഡിവൈഎസ്പിയും 2 പോലീസുകാരെയുമാണ് കിട്ടിയതെങ്കിലും എന്താണ് ഈ കാപ്പയെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണ് കാപ്പ എന്നറിയപ്പെടുന്നത്. കാപ്പ പ്രകാരമുള്ള ഒരു പ്രതിയുടെ തടങ്കൽ കാലയളവ് 1 വർഷക്കാലത്തേക്കാണ്. ഒരാൾ ഒരു ലോൺ ഷാർക്ക് ആണെങ്കിൽ, ഒരു വായ്പാ തട്ടിപ്പുകാരനാണെങ്കിൽ, ഒരു ഇമ്മോറൽ ട്രാഫിക് ഒഫൻഡർ ആണെങ്കിൽ, ഒരു റൗഡി ആണെങ്കിൽ, ഒരു ബൂട്ട്ലെഗർ ആണെങ്കിൽ, അതായത് ഒരു കള്ളവാറ്റുകാരനാണെങ്കിൽ, ഒരു കൗണ്ടർ ഫീറ്റർ ആണെങ്കിൽ, ഒരു കള്ളനോട്ടടിക്കാരനാണെങ്കിൽ, ഒരു ഡിപ്രഡേറ്റർ ഓഫ് എൻവയോൺമെൻ്റ് ആണെങ്കിൽ, ഒരു പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു ഡ്രഗ് ഒഫൻഡർ ആണെങ്കിൽ, ഒരു ഹവാല റാക്കറ്റർ ആണെങ്കിൽ, ഒരു ഹയേഡ് റുഫിയാനാണെങ്കിൽ, അതായത് ഒരു കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ, ഒരിക്കലെങ്കിലും അയാൾ ഇതേ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അയാൾ ഇതേ കുറ്റത്തിന് തന്നെ വ്യക്തികൾ നൽകിയ പരാതിയിൽ 2 കേസുകൾ നിലവിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ 5 വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റത്തിന് 1 തവണ അയാളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ 1 വർഷത്തിനും 5 വർഷത്തിനും ഇടയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് 2 തവണ അയാളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് കാപ്പ ലിസ്റ്റിൽപ്പെടുത്തി പോലീസിന് ജില്ലാ മജിസ്ട്രേറ്റായ ജില്ലാ കളക്ടർക്ക് നൽകിക്കൊണ്ട് ജില്ലാ കളക്ടറുടെ കയ്യിൽ നിന്നും തടങ്കലിലാക്കാൻ ഒരു ഉത്തരവ് സമ്പാദിക്കാവുന്നതാണ്. ഇത്തരം തടങ്കലിനെതിരെ പ്രതികൾക്ക് കാപ്പ അഡ്വൈസറി ബോഡിയെയോ ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതുമാണ്.